രജനീകാന്തിന് തങ്കച്ചിപ്പാസം പണിക്കൊടുത്തതിനു ശേഷം ശിവണ്ണൻ നമ്മുടെ സൂര്യണ്ണന് 350 കോടിക്ക് പണിക്കൊടുത്ത ഒരു പണ്ണലാണ് കാട്ടുമാക്കാൻ പാസം. Come alive with literal freshness. Fresh is. ചന്ദ്രനെ കാട്ടി അവസാനം ചന്ദ്രനിലേക്ക് പോകേണ്ടി വന്ന സൂര്യണ്ണന്റെ ഒരു പടമാണ് 350 കോടിക്കെടുത്ത പടത്തിൽ എന്തുവാ ശിവണ്ണൻ പണി വെച്ചേക്കുന്നത് എന്ന് നോക്കിയപ്പോഴാണ് 2.5 മണിക്കൂറുള്ള പടത്തിൽ 1.5 മണിക്കൂറും ഈ ചിലക്കലും അലറലും മാത്രമാണ്. അതും വ്യത്യസ്തമായ അലറലുകൾ. ഈ പരട്ടത്തള്ളയാണെങ്കിലോ ചില തുടങ്ങിയാ നിർത്തൂല. ഈ സിനിമ തുടങ്ങുന്നത് തന്നെ റഷ്യയിൽ ഒരു ലാബിൽ നിന്ന് ഒരു പയ്യൻ രക്ഷപ്പെട്ടു പോകുന്നത് കാണിച്ചാണ്. ഗോട്ടിൽ നമ്മുടെ പ്രഭുദേവ അണ്ണൻ റോക്കറ്റ് ലോഞ്ചർ വരുന്നത് കണ്ടിട്ട് ട്രെയിനിലേക്കാണ് ചാടുന്നത്. അത് ലോജിക്കില്ല എന്ന് പറഞ്ഞവരാണ് നമ്മൾ. അപ്പോഴാണ് 100 കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന ട്രെയിനിൽ ആ കുരുട്ട് ചക്കൻ 1 സെക്കൻഡിൽ കയറും. എന്നിട്ട് നേരെ റഷ്യയിൽ നിന്ന് ഗോവയിലെത്തും. അപ്പോഴാണ് നമ്മുടെ സൂര്യണ്ണന്റെ ഇൻട്രോ. ബിസിനസ്സെ പിടിക്കാൻ ചെന്നപ്പോ തടുക്കാൻ ശ്രമിച്ച ബോഡി ഗാർഡ്സിനെ ഫ്രാൻസിസ് ജിമ്മിങ് ചെയ്തുകൊണ്ടിരിക്കുക മീസ്. ഇതിന്റെ ഇടയിൽ പാൻ ഇന്ത്യൻ പടമാക്കാൻ വേണ്ടി അണ്ണന്റെ കുറച്ച് നോർത്ത് ഇന്ത്യൻ റീൽസ് വീർപ്പിക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞ് ഇവർ ഒരു മൊട്ടനെ തട്ടിക്കൊണ്ടു പോകും. സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സൂര്യനും പട്ടാണി ചേച്ചിയും പ്രൊഫഷണൽ ബൗണ്ടി ഹണ്ടേഴ്സ് ആണ്. സ്കൂളിൽ ടീച്ചർ ഉണ്ടായാലും വീട്ടിലൊരു ട്യൂഷൻ ടീച്ചർ ഉണ്ടാവില്ലേ, അതുപോലെ പോലീസിന് പിടിക്കാൻ കഴിയാത്ത ക്രിമിനൽസിനെ പോലീസിന് പിടിച്ചു കൊടുക്കുന്ന വേട്ടക്കാരാണ് ഞങ്ങള്. അതിന്റെ ഇടയിൽ ഇവറ്റവളെ കുറച്ച് വെറുപ്പിക്കലും. പിടിച്ചത് ഞാനാ, തീർത്തത് ഞാനാ. അങ്ങനെ അവർ വീണ്ടും വേറൊരുത്തിനെ പിടിക്കാൻ പോവുകയാണ്. അപ്പോഴാണ് നമ്മുടെ നടിപ്പിൻ നായകനെ കുറച്ച് ക്യൂട്ട്നെസ് കാട്ടി ലാസ്റ്റ് അവനങ്ങ് തട്ടും. അതാ കുരുട്ട് ചക്കൻ കാണും. പിന്നെ ആ പയ്യൻ അണ്ണന്റെ തലയിലാവും. അപ്പോഴേക്കും റഷ്യയിൽ നിന്ന് കുറെ പേര് വന്ന് ആ പയ്യനെ പൊതിച്ചോറ് പോലെ പാർസലാക്കിക്കൊണ്ടുപോകും. ഇത് കണ്ട സൂര്യാണ്ണൻ വിരലൊക്കെ ഓടിച്ച് അവരുടെ പിന്നാലെ ഓടും. ഇത് കാണിച്ച പടം അങ്ങ് എയിലോട്ട് പോകും. പിന്നെ കാണിക്കുന്നത് വർഷം 1070. 3000 റോമാക്കാർ ഈ കാട്ടുമാക്കന്മാരുടെ നാടായ പെരുമാച്ചി പിടിച്ചെടുക്കാൻ വരും. അതിനായി അവർ കാണ്ടാമൃഗത്തിനെ പോലെ ഇരിക്കണം ഇവനോട് 100 പേരെ ചതിച്ചു കൊല്ലാൻ പറയും. ഇവൻ അവിടെ പോയി 100 പേരെ കൊണ്ടുപോയി ചതിച്ചു കൊല്ലും. എന്നിട്ട് കോഴിക്കാല് വെട്ടണ പോലെ കൈവെട്ടിക്കൊണ്ടുപോയി റോമക്കാരുടെ അടുത്ത് നിന്ന് കാശ് വാങ്ങും. വീണ്ടും ഒരു 100 പേരെ കൊല്ലാൻ അണ്ണൻ വീണ്ടും വരുന്നു. അപ്പോഴാണ് നമ്മുടെ കങ്കണ്ണൻ സ്നാപ്ചാറ്റിലുള്ള പുലിയുടെ ഇടയിലൂടെയൊക്കെ വന്ന് ഇവനെ അങ്ങ് കൊന്ന് കത്തിക്കും. അപ്പോഴേക്കും ഇവന്റെ ഭാര്യ വന്ന് സൂര്യണ്ണനോട് പറയും എന്റെ മകനെ നോക്കണമെന്ന്. അങ്ങനെ അവരും ആ തീയിലെടുത്ത് ചാടി മരിക്കും. അപ്പോഴാണ് റോമാക്കാർ ഇവരെ കൊല്ലാൻ സഹായം ചോദിച്ച് നമ്മുടെ ബോബിയാണന്റെ അടുത്തേക്ക് പോകും. അപ്പോഴാണ് ചിക്കൻ കാലിലും മസാല തേച്ച പോലുള്ള അണ്ണന്റെ എൻട്രി. അങ്ങനെ അവർ കങ്കണ്ണനായിട്ട് യുദ്ധം പ്രഖ്യാപിക്കും. അങ്ങനെ നമ്മുടെ കങ്കുവണ്ണനെ കൊല്ലാൻ ബോബി അണ്ണൻ അവരുടെ മക്കളെ അയക്കുകയാണ്. എന്നാൽ നമ്മുടെ കങ്കുവണ്ണനുണ്ടല്ലോ ഫാൻ പോലെ കറങ്ങി അവരെയെല്ലാം ഒറ്റയ്ക്ക് കൊല്ലുകയാണ്. അപ്പോഴാണ് കങ്കണ്ണൻ ആ ചെക്കനോട് പറയാ തന്റെ വാളെടുത്തുകൊണ്ട് വരാൻ. അപ്പോഴാണ് ഗൈസ് ആ പരട്ട ചെക്കൻ വാളിന്റെ തുമ്പത്ത് സോസ് ഒഴിച്ചു വന്ന് അണ്ണനെ കുത്തും. പക്ഷേ അണ്ണൻ വാൾ വലിച്ചൂരി സോസ് നക്കി ബാക്കി എല്ലാവരെയും കൊല്ലും. അങ്ങനെ കങ്കണ്ണനെ കുത്തി ആ പരട്ട ചെക്കനെ നാട് കടത്താൻ ബാക്കി എല്ലാവരും തീരുമാനിക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അന്റാർട്ടിക്കയിൽ പെങ്കിനെ കാണാൻ പോയ കങ്കുവണ്ണന്റെ കൂട്ടത്തിലെ 25 പെണ്ണുങ്ങളെ കൊല്ലാൻ ബോബി അണ്ണൻ ആളെ വിടുന്നു. ഇതറിഞ്ഞവർ കങ്കുവണ്ണനെ ഈ കാര്യം പി ഊതി അറിയിക്കും. അപ്പോഴാണ് കങ്കണ്ണൻ പറയും ഞാൻ ഇവിടെ പാസം കൊടുത്ത് തീർന്നിട്ടില്ല, നിങ്ങൾ എല്ലാവരെയും കൊല്ലാൻ പറയും. അങ്ങനെ ഇവര് എല്ലാത്തിനെയും എറിച്ചിക്കാല് പട്ടി കടിച്ച് വലിക്കണ പോലെ വലിച്ചു കയറി എല്ലാത്തിനെയും അങ്ങ് കൊല്ലും. ഇതറിഞ്ഞ ബോബി അണ്ണൻ നമ്മുടെ കങ്കണ്ണന്റെ അച്ഛനെ അങ്ങ് കൊല്ലും. ഇതറിഞ്ഞ കങ്കണ്ണൻ ഒരു പ്രാവശ്യം ചീറ്റിപ്പോയ യുദ്ധം വീണ്ടും പ്രഖ്യാപിക്കും. അങ്ങനെ നമ്മുടെ കങ്കണ്ണൻ ഒറ്റയ്ക്ക് നിന്ന് അവരുടെ യുദ്ധം ചെയ്യും. പാമ്പിനെ എറിഞ്ഞും കല്ലുരുട്ടിയും തേൽമഴ പെയ്ച്ചും എല്ലാവരെയും കൊല്ലും. ഈ പാസത്തിനിടയിൽ അണ്ണൻ എങ്ങനെയാവും ഇത്ര തേളിനൊക്കെ പിടിച്ചു വെച്ച്? ഇതിന്റെ ഇടയിൽ ആ കുരുട്ടിനെ ബോബി അണ്ണന്റെ ആൾ പിടിച്ചോണ്ട് പോയി സ്രാവിനെ കൊതിപ്പിച്ചോണ്ടിരിക്കുകയായിരിക്കും. അപ്പോഴാണ് നമ്മുടെ കങ്കണ്ണൻ അവിടെ എത്തി അലറുന്നത്.
ഈ കാട്ടുമാക്കാൻ ഇവിടെയും സ്വൈര്യം തരില്ലേ എന്ന് പറഞ്ഞ് അവൻ കയറ് മുറിച്ച് സ്രാവിന് ഭക്ഷണമാകുന്നു. ഇത് കണ്ട നമ്മുടെ കങ്കണ്ണൻ മസാല പിടിക്കാൻ വേണ്ടി കോഴിയിൽ കുത്തണ പോലെ കുത്തി കുത്തി ബോബിയണ്ണനെ അങ്ങ് കൊല്ലും. പക്ഷേ പ്രസന്റിൽ നമ്മുടെ സൂര്യണ്ണൻ പ്ലെയിനിലൊക്കെ വലിഞ്ഞേറി എങ്ങനെയൊക്കെയോ ആ പയ്യനെ രക്ഷപ്പെടുത്തും. അപ്പോഴാണ് ഗൈസ് ആ ക്യാമിയോ. പ്രസന്റിലും ഫ്ലാഷ് ബാക്കിലും നെറ്റിയിൽ ബാർകോഡ് അടിച്ച് നമ്മുടെ കാർത്തിയണ്ണന്റെ എൻട്രി. ബാക്കി അപരാധം പാർട്ട് 2 കണ്ടോളൂ എന്നും പറഞ്ഞ് പടം അവങ്ങ് അവസാനിക്കുന്നു. നമ്മളൊക്കെ ട്രെയിലറും ടീസറും മാത്രം കണ്ടിട്ടാണ് പടം കാണാൻ പോയത്. എന്നാൽ പടം മുഴുവൻ കണ്ടിട്ട് ഇങ്ങനെ പറയാനുള്ള ഇവരുടെ മനസ്സുണ്ടല്ലോ. 1000 crore எதிர்பார்க்கலாம் நான் 2000 crore எதிர்பார்த்துட்டு இருக்கேன். நீங்க என்ன 1000 crore கம்மி அப்செட் பண்ணிட்டேன் பண்றீங்க?